ഇതെൻ്റെ ഇത് ഓൾഡ് സാരിയാണ് കേട്ടോ. ഓൾഡ് സാരി എന്ന് വെച്ചാൽ എൻ്റെ ഉമ്മയുടെയാണ്. ഞാൻ കുറച്ച് ഇപ്പം ഈ ഇടയ്ക്കായിട്ടാണ് ഞാൻ ഫാബ്രിക് പെയിൻറ്റിങ് ഡിസൈനിലോട്ട് കിടക്കുന്നത്. അതിന് മുമ്പേ ഞാൻ എംബ്രോയ്ഡറി വർക്കും ഹാൻഡ് വർക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു കൂടുതലും ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ എനിക്ക് എന്തോ പെയിൻറ്റിങ്ങിലോട്ടൊരു ഇൻട്രസ്റ്റ് തോന്നി, അങ്ങനെ അങ്ങോട്ട് ഞാൻ കടന്നു. ഇപ്പോൾ എനിക്കിത് വളരെയധികം ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടമാണ് ഇത് ചെയ്യാനായിട്ട്. പിന്നെ ഇത് ഓൾഡ് സാരിയാണ് കേട്ടോ. ഓൾഡ് സാരിയിൽ എനിക്ക് ഈ പൂക്കളോട് വല്ലാത്തൊരു ക്രഷാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പൂക്കൾ, പല വർണ്ണത്തിലുള്ള പൂക്കളൊക്കെ ഇങ്ങനെ. അതുകൊണ്ട് ഞാൻ കൂടുതലും ഫ്ലവേഴ്സാണ് യൂസ് ചെയ്യുന്നത്. ഒരു അട്രാക്ഷൻ ആയിരിക്കും. ഇത് ഒരു മറൂൺ കളറ് സാരിയാണ് കേട്ടോ. അതിലേക്കാണ് ചെയ്യുന്നത്. അങ്ങനെ എനിക്ക് സാരിയോടുള്ളൊരു ക്രഷിൽ ഞാൻ പെയിൻറ്റിങ്ങിലോട്ട് കിടന്ന് ഇതിൽ റെഡും ഓറഞ്ചും കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ അടിക്കുന്നത്. കുറേ നാളത്തെ എൻ്റെ ആഗ്രഹമായിരുന്നു ഞാൻ എപ്പോഴാണ് സാരി ഉടുക്കാൻ നിശ്ചയിക്കുന്നത് അന്നേരം ഞാൻ സാരിയിലോട്ട് കിടക്കാമെന്ന് വിചാരിച്ചു. അതിന് മുമ്പേയൊക്കെ കുർത്തീസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞാൻ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് എനിക്ക് ഈ 32ാമത്തെ വയസ്സിൽ ഇതേപോലെ ഡിസൈൻസ് ചെയ്യാനൊക്കെ ഒരു ഭാഗ്യം കിട്ടി. എപ്പോഴാണ് ഞാൻ സാരി ഉടുക്കാൻ എൻ്റെ ഒരു മൈൻഡിൽ വരുന്നത് അന്നേരം ഞാൻ ചെയ്യാന്നുള്ളൊരു ഇതിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഇത് ഞാൻ തുടങ്ങുന്ന സമയത്ത്, ഫസ്റ്റ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഇതെന്നെ കൊണ്ട് പറ്റുമോ ഇതൊന്നും എനിക്കില്ലായിരുന്നു. ജസ്റ്റ് ഞാൻ നന്നായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്തു. ഇത് മാത്രമായിട്ട് ഞാൻ പഠിക്കാനൊന്നും പോയിട്ടില്ല. ഇത് സത്യം പറഞ്ഞാൽ ഞാൻ തന്നെ ഇരുന്ന് പഠിച്ചൊരു കാര്യമാണ്. ഇതിന് മുമ്പ് ഞാൻ മെഷീൻ എംബ്രോയ്ഡറിയൊക്കെ പഠിക്കാൻ പോയിട്ടുണ്ട്. പക്ഷേ എൻ്റെ മെഷീൻ അത്ര പോരാ. മിഷൻ കംപ്ലൈൻ്റ് ആയിപ്പോയി. അതുകൊണ്ട് എനിക്ക് ഇതുപോലൊന്നും സക്സസ് ഒക്കെ എടുക്കാൻ പറ്റിയിട്ടില്ല. എനിക്കിപ്പം പെയിൻറ്റിങ്ങിൽ നല്ല ഒരു ഇഷ്ടം തോന്നിയിട്ടുണ്ട്. ഇതേപോലെയൊക്കെ നമ്മളെ കയ്യിൽ ഓൾഡ് സാരിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നന്നായിട്ടൊന്ന് പ്രാക്ടീസൊക്കെ ചെയ്ത് ഇതൊക്കെ ചെയ്ത് വന്നിട്ട് നല്ല പുതിയ ഇതിലോട്ടൊക്കെ തുണിയൊക്കെ എടുത്തിട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അത് ഫസ്റ്റ് പ്രാക്ടീസിൻ്റെ കാര്യമാണ് ഉദ്ദേശിച്ചത്. പിന്നെ ഇതേപോലെ നിങ്ങൾക്കും ആഗ്രഹമുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി. നിങ്ങളെ കയ്യിലിരിക്കുന്ന ഓൾഡ് സാരിയൊക്കെ ഉണ്ടല്ലോ, ആ സാരിയിലൊക്കെ ഇതേപോലെ ഒരുപാട് ഉടുത്ത് അതിൻ്റെ ആ ഒരു ഇതൊക്കെ നഷ്ടപ്പെട്ടു. പിന്നെ എനിക്കിനി ഉടുക്കാനൊന്നും വയ്യാന്ന് പറഞ്ഞ് വലിച്ചെറിയുന്ന സമയത്ത് തന്നെ ഒന്നും കൂടി പഴയതിനെ പുതിയ മോഡലാക്കണമെങ്കിൽ ഇതേപോലെയൊക്കെ കാര്യങ്ങളൊക്കെ കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. അങ്ങനെ